പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യം. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതകളുമായി ഇവിടെ ഇരിപ്പി, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ആരാധനയ്ക്ക് അപ്പനും മകനും മാത്രം. നീ ആരാധിക്കുന്ന സ്ഥലം വിശുദ്ധമായിരിക്കണം. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് ബാലൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താനെടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസഹാക്ക് അപ്പനോട്, തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും എന്ന് മറുപടി പറഞ്ഞു. ദൈവം കൽപ്പിച്ച സ്ഥലത്ത് അവർ ഇരുവരും എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, അതിന്മേൽ വിറക് കെട്ടി തൻ്റെ മകൻ ഇസഹാക്കിനെ അതിൽ കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തി. ഇസഹാക്ക് എതിർത്തില്ല, അപ്പൻ്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിച്ചു. അബ്രഹാം തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ ദൂതൻ അബ്രഹാമിനെ വിളിച്ചു, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. അബ്രഹാം തലപൊക്കി നോക്കി, പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ആ ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു എന്ന് തിരുവചനം നാം വായിക്കുന്നു. അബ്രഹാം മകനെ അർപ്പിച്ചു, ഉത്തമമായ യാഗം കഴിച്ചു. ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യാഗത്തിന് ഒരു ആടിനെ നൽകുവാനിടയായിത്തീർന്നു. അങ്ങനെ അനുഗ്രഹിച്ചു. പാപമറിയാത്ത കുഞ്ഞാട് പാപികൾക്കു വേണ്ടി യാഗമായി. അബ്രഹാമിൻ്റെ ആരാധനയിൽ പ്രസാദിച്ച ദൈവം അബ്രഹാമിൻ്റെ മേൽ അനുഗ്രഹം ചൊരിയുവാനിടയായിത്തീർന്നു. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നാം നമ്മുടെ ആരാധന എപ്രകാരമായിരിക്കണം? ദൈവവുമായിട്ട് ചേർന്നുള്ള ആരാധന. അവിടെ നാം ഇങ്ങനെ കാണുന്നു, അപ്പനും മകനും ഒരുമിച്ച് നടന്നു. വേറെ എല്ലാം അവർ ഉപേക്ഷിച്ചു. ആരാധനയ്ക്ക് വരുമ്പോൾ, ആരാധിക്കുമ്പോൾ, ആരാധനാ സമയങ്ങളിൽ നമ്മൾ മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ച് കളയണം. ലോകത്തിൻ്റേതായിട്ടുള്ളത്, ലോക ഇഷ്ടങ്ങളുടേതായിട്ടുള്ളത്, നമ്മുടേതായിട്ടുള്ള എല്ലാം നാം മാറ്റി നിർത്തിയിട്ട് വേണം. അപ്പനും മകനും മാത്രമുള്ള ബന്ധമായിരിക്കണം ആരാധനയ്ക്കകത്ത് ഉണ്ടാകേണ്ടത്. ആരാധന അപ്പനും മകനും മാത്രമുള്ളതായിരിക്കണം. എങ്കിൽ നമ്മുടെ ആരാധനയെ തടസ്സപ്പെടുത്തുന്നതെല്ലാം നമുക്ക് ദൂരേക്ക് വലിച്ചെറിയാം. പൂർണ്ണ സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് തിരുവചനം നാം പഠിക്കുന്നത്. എങ്കിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം. അതിനായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.